ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തസ്. നമുക്കെല്ലാവർക്കും കൂടി ഒരു 3 തവണ ഓംകാരം ജപിച്ച് ഭൂമണ്ഡലത്തിലേക്ക് മുഴുവനും എത്ര അങ്ങോട്ട് വ്യാപിച്ച് എല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. വിഷമിക്കാതെ നിവർന്നിരിക്കൂ, കണ്ണടയ്ക്കൂ, മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ ഓ ഹരി 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 ഓം തസ്. ജയ ഗുരു. ഈ കൊല്ലത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം ഇന്നലെയാണല്ലോ നാം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം എല്ലാ കൊല്ലവും ചെയ്യുന്നത് പോലെ ഒരു തത്വപ്രവചന പരമ്പര എല്ലാ ദിവസവും എന്നോട് നടത്തണം എന്ന് സംഘാടകർ ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ച് നടത്താം എന്ന് തീരുമാനിച്ചു. 19 കൊല്ലം നാം ഈ തത്വസമീക്ഷാ സത്രം നടത്തി കഴിഞ്ഞു. ഇത് 20ാമത്തെ കൊല്ലമാണ്. നമ്മുടെ പ്രേക്ഷകരിൽ കാര്യമായ ഒരു ഭാഗം എല്ലാ കൊല്ലവും ഇത് കേൾക്കുന്നവരാണ്. ഈ 19 കൊല്ലം ഒരേ സ്ഥലത്ത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, അതൊരു തത്വസമീക്ഷാ സത്രമാണ്, വെറും സത്രമല്ല. ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും വേണ്ടതുപോലെ താത്വികമായി ഒരു സമീക്ഷണം, ഒരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പണ്ടേ ഞാൻ പറയാറുള്ളതാണ്, നമ്മുടെ ഗൃഹങ്ങളിൽ ഈ ശ്രീമദ് ഭാഗവതത്തിൽ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഊടും പാവുമായി കഴിയണമെന്ന്. ഒരുമാതിരി ഇതിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ അങ്ങനെയാണെന്ന് നമുക്ക് വളരെ വിശ്വാസപൂർവ്വം പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. 2 കൊല്ലം മുൻപ് പത്രക്കാരൻ എന്നോട് വന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വാമിജി എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ തത്വസമീക്ഷാ സത്രം ഈ പ്രദേശത്തിലുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു വാർഷിക സംഭവമായിട്ടാണ് അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതെന്ന്. ആ ഒരൊറ്റ വിലയിരുത്തലിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തോട് ആഭിമുഖ്യം എത്രയുണ്ടെന്ന്. പ്രതിബദ്ധതയുമുണ്ട് അവർക്ക്. എത്ര ജനങ്ങളാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഇതിൽ സൈവികമാരായി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതെന്നറിയാമോ? പ്രതിദിനം ഇവിടെ അന്നദാനമുണ്ട്. ഈ ഓൺലൈനിൽ നടക്കുമ്പോൾ ജനങ്ങളാരും വരണില്ല, അതുകൊണ്ട് അത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ
കാലത്ത് ഇവിടെ ആരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും പ്രാതൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ്, പിന്നെയോ ഉച്ച തിരിഞ്ഞൊരു ചായയും അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാനും ഉണ്ടാവും. പിന്നെ വൈകുന്നേരമുള്ളവർക്ക് ഭക്ഷണം. ഈ അന്നദാനം വേണ്ടതുപോലെ അധികം സമയമെടുക്കാതെ അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഊണ് കഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ വരവും പോക്കും ഒരിടതടയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സേവനം ചെയ്യാൻ എത്ര ആൾക്കാർ വേണം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. ഇതൊക്കെ ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ളവരാണ് ഇവിടെ ഇത് വന്ന് നടത്തുന്നത്, പുരുഷന്മാരും സ്ത്രീകളും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് വലിയ ഒരു ഉത്സവമാണ്, ഒരു വാർഷിക ഉത്സവം. അതെങ്ങനെ 8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ആദ്യം ഞങ്ങളിത് 12 ദിവസത്തേക്കാണ് നടത്തിയത്. അപ്പോൾ ഈ വോളണ്ടിയർ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെട്ടിച്ചുരുക്കിയതാണ്. അപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, സേവകന്മാരുടെ ഇടയിൽ തന്നെ, വെട്ടിച്ചുരുക്കണ്ട, ഞങ്ങൾ എടുത്തോളാമെന്ന്. അങ്ങനെയൊക്കെ ആയാലും ഒന്ന് ആലോചിച്ച് നോക്കിയൊരു തീരുമാനം ഞങ്ങൾ എടുത്തതാണ് 8 ദിവസം മതിയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു പാരമഹംസ്യ സംഹിതയുണ്ടല്ലോ, പാരമഹംസ്യ സംഹിത. അത് എഴുതിയതൊരു പരമഹംസൻ, അത് പറഞ്ഞു കൊടുത്തത് ഒരു പരമഹംസൻ സ്ക്വയറാണ്. എന്നിട്ടത് കേട്ടിട്ടോ പരീക്ഷിത്തും പരമഹംസനായിട്ടാണ് തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുമ്പ് ശരീരം വിട്ടത്. ശരീരം വിട്ടതെന്ന് പറഞ്ഞാൽ ശരീരം മറന്ന് ശരീരത്തിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്നു. തക്ഷകൻ വന്നതും കടിച്ചതും ഒന്നും അറിഞ്ഞില്ല. അത്ര വിശേഷപ്പെട്ട ഒരു മഹത് ശാസ്ത്രമാണ് എന്ത് ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ അത് കേട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നി, നമ്മുടെ ഭാരതത്തിൽ ഈ ശാസ്ത്രങ്ങൾക്കുള്ള സ്ഥാനമെന്ത്? ഈ ശാസ്ത്ര സമുച്ചയം ആരംഭിച്ചത് എവിടുന്ന്? ഇതിൻ്റെ തുടക്കത്തിൽ എന്തായിരുന്നു സ്ഥിതി? എവിടുന്നാണ് ഇതിൻ്റെ ഉദ്ഭവം? നമ്മുടെ ഭാഗീരഥി എന്ന് പറയുന്ന പവിത്രമായ ഗംഗ എടുത്തോളൂ നിങ്ങൾ. ആ ഗംഗ നമ്മൾ കാണുന്നതൊക്കെ സമതലത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഗംഗയാണ്. അതിന് ധാരാളം ആഴവും വിസ്താരവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് തുടങ്ങിയത് എവിടുന്നാ എന്ന് ചോദിച്ചാൽ ഗോമുഖത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഗോമുഖത്തിൽ അങ്ങോട്ട് അടുത്ത് പോയി കാണുന്നവർ വളരെ ചുരുക്കം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയും ദാ അവിടെ നിന്നാണെന്ന്. ഒരു ചെറിയ രേഖ പോലെ ആയിരിക്കാം ഒരു പക്ഷേ അത് തുടങ്ങുന്നത്. ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് തന്നെ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു കൊല്ലം ആ ഗോമുഖത്തിൽ തന്നെ ചെന്ന് ഗംഗാജലം കൊണ്ടുവന്ന് 5100 ചില്ലാനം ഈ ചെമ്പ് പാത്രങ്ങളിലാക്കി സീല് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായി. ആ ഗംഗാജലം ഗൃഹത്തിൽ സൂക്ഷിക്കാനും ഉപയോഗിക്കാനും. ആ ഗോമുഖത്തിൽ നിന്നുള്ള തുടക്കം എന്നുള്ളത് അതൊരു വാസ്തവമാണ്. എവിടെയാണ് ഈ ഗോമുഖം? ഹിമാലയ പർവ്വതത്തിൽ. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന ഉയരങ്ങളിൽ ഏതാണ്ടൊരു സ്ഥാനത്ത് നിന്ന് ഒരു നീർരേഖ പോലെ തുടങ്ങുന്നതാണ് ഈ ഭാഗീരഥിയുടെ ഉദ്ഭവം. എന്നാൽ സമതലത്തിൽ പ്രവേശിച്ച് ഒഴുകുന്ന സമയത്ത് ഈ ഭാഗീരഥി എങ്ങനെയാണ്? നല്ല വിസ്താരവും നല്ല ആഴവും അതിഗംഭീരമായിരിക്കുന്ന പ്രവാഹമാണ്. അതിൻ്റെ തീരങ്ങളിലാണ് നമ്മുടെ പൂർവികന്മാർ താമസിച്ചതും താമസിച്ച് അവരുടെ ആലോചനയും ഗവേഷണവും അന്വേഷണവുമായി എത്ര കാലം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അവിടെ വച്ചിട്ടാണ് നമ്മുടെ സാഹിത്യങ്ങളെല്ലാം തന്നെ, സംസ്കാര സാഹിത്യങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു 1400 വർഷങ്ങൾ മുമ്പ് രചിച്ച ഒരു രചനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിലുള്ള തത്വവിചാരമുണ്ടല്ലോ, അത് അത്രയും പഴക്കമല്ല. എനിക്ക് തോന്നുന്നു അത് വേദകാലം മുതൽക്ക് തന്നെ ഉള്ളതാണ് ഈ ചിന്താഗതി. ആ ചിന്താഗതിയെ പലതരത്തിലും പലരും ആവിഷ്കരിച്ച് പ്രകടമാക്കി എഴുതി വച്ച് ചൊല്ലി പ്രചരിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഗ്രന്ഥം നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥം എഴുതിയതാണ് 1400 വർഷങ്ങൾ മുൻപ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥം, അതിനുശേഷം നമുക്കൊരു ഗ്രന്ഥവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതേപോലെ ഈ ഗ്രന്ഥം എഴുതിയെന്ന് മാത്രമല്ല, അത് പ്രചരിപ്പിച്ചു ജനങ്ങളുടെ ഇടയിൽ. പ്രചരിപ്പിച്ച് ആ പ്രചാരം ഒരു ചരിത്ര വസ്തുതയായിട്ടാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ചരിത്ര വസ്തുത.
1400 കൊല്ലം മുൻപ് എഴുതി വെച്ച ആ മഹാഗ്രന്ഥമുണ്ടല്ലോ, അതിൻ്റെ ഒരു വള്ളി പുള്ളി മാറിയിട്ടില്ല, ഒരു ഹ്രസ്വാക്ഷരം ദീർഘമാക്കി തീർത്തിട്ടില്ല. അങ്ങനെ ഒരു നീക്കുപോക്കും വരാതെ താളിയോലയിൽ അതിൻ്റെ നാരുകൾ മുറിച്ച് 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 എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥം അതേപോലെ ഇന്നും അച്ചടിച്ച് നമ്മുടെ മുൻപിലുണ്ട്. അതിൽ ഒരു വള്ളിയും പുള്ളിയും മായരുതെന്ന് വായനക്കാർക്കും ഭക്തന്മാർക്കും നിർബന്ധവുമാണത്. ഈ ഭാഗവതം വാസ്തവത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. 80% അതിൽ വേദാന്തമാണ്. അറിവിൻ്റെ പരമാവധി എത്തി ആ പരിസമാപ്തിയാണ് അതിൽ എല്ലാ ദിക്കിലും പ്രകടമാക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി, ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്? നമ്മുടെ സംസ്കാരത്തിൻ്റെയും സഭ്യതയുടെയും തുടക്കമെന്നാ? നമ്മുടെ തുടക്കം പറയാൻ പറ്റില്ല. എന്താ കാരണം? നമ്മൾക്ക് ആദിമമായിരിക്കുന്ന സാഹിത്യം വേദസാഹിത്യങ്ങളാണ്. വേദം വേദം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം അറിവ് എന്നാണ്. വിത് എന്ന് പറയുന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായതാണ് വേദം. വിത് എന്ന് പറഞ്ഞാൽ അറിയുക, അറിയാൻ വേണ്ടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അറിയാൻ വേണ്ടി പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? അറിവുണ്ടാവും. അറിയുന്നതിൻ്റെ ഫലമെന്ത്? അറിവ് കൈവരിക്കൽ. ആ അറിവാണ് നമ്മുടെ വേദങ്ങളിലുള്ളത്. ആ അറിവ് അവർക്ക് എങ്ങനെ കൈവന്നു എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. അതാണ് തുടക്കം. ആ വേദങ്ങളെ പറ്റി നമ്മൾ പറയുന്നത് അനാദി അനാദി എന്നാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരമാകട്ടെ സഭ്യതയാകട്ടെ ഗംഗാനദീ തീരത്തിലായിരിക്കണം ഇത് മുളച്ച് പൊന്തി തഴച്ച് പന്തലിച്ച് അതിന് പൂക്കളും ഫലങ്ങളും പഴങ്ങളും എല്ലാമായി അങ്ങനെ പടർന്ന് പിടിച്ച് അങ്ങനെ ഇപ്പോഴും നിൽക്കുന്നത്. അതിൻ്റെ തുടക്കം എവിടെ എന്ന് ചോദിച്ചാൽ ഇന്ന സമയത്ത് എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ചരിത്രം ഇതുവരെയാണ് എഴുതിയിട്ടുള്ളത്. ഒരു 2500 അല്ലെങ്കിൽ 3000 കൊല്ലം മുൻപ് വരെയാണ് നമ്മുടെ ചരിത്രം. ആ 3000 കൊല്ലം ഒരു 500 BC എന്ന് പറഞ്ഞാൽ അതിന് മുൻപിൽ നമുക്ക് ചരിത്രം കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടില്ല. സാധാരണ ചരിത്രം എഴുതുന്നത് എങ്ങനെയാണ്? നടന്ന സംഭവങ്ങളെക്കുറിച്ച് എന്തെല്ലാം തെളിവ് നമുക്ക് കിട്ടുമോ ആ തെളിവ് ശേഖരിച്ച് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും കാഴ്ചയ്ക്കുള്ള വസ്തുക്കളാണ്. എന്തെങ്കിലും എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളോ ന്യൂസ് പേപ്പറോ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഗസറ്റോ ഇങ്ങനെ പലതും ആയി നോക്കും. യാത്രക്കാരെങ്കിലും യാത്രാ വിവരണം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എഴുതുന്നതാണ്. പിന്നെ കുഴിച്ചെടുത്ത് കിട്ടുന്ന സാമഗ്രികളുണ്ട്, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്. ഇതൊക്കെ ദൃശ്യത്തിൽപ്പെട്ടതാണ്, കണ്ണുകൊണ്ട് കാണാവുന്നതാണ്, കൈകൊണ്ട് തൊട്ടു നോക്കാവുന്നതാണ്. ആ വസ്തുക്കളെ നോക്കിയിട്ടാണ് ചരിത്രകാരന്മാർ ചരിത്രം എഴുതി പോരുന്നത്. അപ്പോൾ സംഭവങ്ങൾ നടന്നതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാവാം ചരിത്രം എഴുതാൻ പുറപ്പെടുമ്പോൾ. ആ ചരിത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ചരിത്രം 2500-3000 കൊല്ലം മുൻപ് വരെ നമുക്ക് എഴുതി എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനു മുമ്പ് ലോകം ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ രാജ്യമുണ്ടായിരുന്നില്ലേ? ഇന്ത്യൻ ജനത ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ പൂർവികരുണ്ടായിരുന്നില്ലേ? ഉവ്വ്. പക്ഷെ ആ ഉവ്വ് എന്ന് പറയുന്നതല്ലാതെ അവിടുന്ന് അങ്ങോട്ട് ഒന്നും പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാലോ നമ്മുടെ കയ്യിൽ വിശേഷപ്പെട്ട ഒരു സാഹിത്യ സൗധമുണ്ട്. എന്താ ആ സാഹിത്യ സൗധം? അതാണ് വേദങ്ങൾ. എന്തുകൊണ്ടാണ് ഈ വേദങ്ങളെ അനാദി എന്ന് പറയുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നുണ്ട്. എനിക്ക് നിർബന്ധം. അനാദി ആദി എന്ന് പറഞ്ഞാൽ പ്രാരംഭം, തുടക്കം. അനാദി എന്ന് പറഞ്ഞാലോ അങ്ങനെ ഒരു തുടക്കമില്ലാത്തത്. അതെന്താ അത് അനാദി എന്ന് പറയണേ? അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ എന്ന്. എന്തുകൊണ്ട്? കേട്ടോളൂ. ചരിത്രത്തിന് ആധാരമായിട്ടുള്ളത് എഴുതി വച്ച സംഗതികളാണല്ലോ, കുഴിച്ചെടുക്കുന്ന വസ്തുക്കളാണല്ലോ. നമ്മുടെ വേദങ്ങൾക്കോ അങ്ങനെ എഴുതി വച്ചില്ല അവർ. വേദം ആദ്യമായി ആരുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ടുവോ ആ ആൾ തൻ്റെ അടുത്ത് വന്ന് കൂടിയിട്ടുള്ള ശിഷ്യന് അത് പഠിപ്പിച്ചു. എങ്ങനെയാണ് പഠിപ്പിച്ചത്? ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചു. കേട്ട് പഠിച്ചു. അവിടെ ചൊല്ലലും കേൾക്കലുമായിരുന്നു അവർ തമ്മിലുള്ള സമ്പർക്കം.
നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എഴുതിയിട്ടില്ലയെന്ന് പറയൽ മാത്രമേ ഉള്ളൂ, കേൾക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേദമറിയുന്ന ആരോടും നിങ്ങൾ ചെന്നാൽ ആ ആൾ എന്ത് പറയും? ഞാൻ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് പഠിച്ചു. ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നാലോ, ഞാനും എൻ്റെ പൂർവീക ഗുരുവിൽ നിന്ന് പഠിച്ചു. ആ ആളുടെ അടുത്ത് പോയാലോ, എനിക്കറിയില്ല, എനിക്ക് മുമ്പുള്ള ആൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു ശ്രവ്യമായ തെളിവ് മാത്രമേ ഉള്ളൂ, ദൃശ്യത്തെളിവല്ലാതെ. ചൊല്ലിക്കേട്ടു പഠിച്ചു. അപ്പോൾ ആര് പഠിച്ചാലും ആ ആളുടെ മുൻപിൽ അതിനൊരു പകർന്നു കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കണം. അങ്ങനെ പിന്നാക്കം പോവുമ്പോൾ ആരാണിത് ആദ്യമായി ഉണ്ടാക്കി പറഞ്ഞ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി നമുക്ക് കിട്ടാനില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ എണ്ണമറ്റ തലമുറകൾ പിന്നാക്കം പോയി ആദ്യമായി ആരുടെ മുഖത്തിൽ നിന്നാണോ വേദം രൂപപ്പെട്ടത് ആ ആളുടെ അവിടേക്ക് എത്താൻ പറ്റണം. അത് സാധിക്കുമോ? സാധിക്കില്ല. എന്താ, നമ്മൾ കണ്ട് കേട്ട് ചോദിച്ചവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഇതുണ്ടായിരുന്നു, പൂർവാചാര്യൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ശ്രവ്യമായ ഒരു ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ആരും ഉണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ചരിത്രത്തിന് ദൃശ്യവസ്തുക്കൾ തെളിവാകുന്നത് പോലെ ചരിത്രത്തിന് ശ്രവ്യവും തെളിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ലോകം അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈ പുണ്യഭൂമിയിൽ വേദങ്ങൾ ഉണ്ടായിരുന്നു, അധ്യയനം ചെല്ലുന്നവരുണ്ടായിരുന്നു, അവരെ പഠിപ്പിച്ച അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. എവർ പഠിപ്പിച്ച ആളുടെ അടുത്ത് ചോദിച്ചാലും എനിക്ക് മുമ്പുള്ളവർ പഠിപ്പിച്ചതാന്നേ പറയുള്ളൂ. ആ ആദ്യത്തെ ആൾ ആരാ ഇത് പഠിപ്പിച്ചത് എന്നുള്ള ചോദ്യം അജ്ഞേയമായി അന്നു മുതൽക്ക് ഇന്നേ വരെ തുടരുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ അനാദി എന്ന് പറയുന്നത്. ഈ അനാദി എന്ന് പറയുന്നത് പോലെ വേദങ്ങൾക്ക് അപൗരുഷേയം എന്നൊരു വിശേഷവും കൂടിയുണ്ട്. അപൗരുഷേയം എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന് പൗരുഷം എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു വിശേഷ ഗുണമാണത്. എൻ്റെ കൈയുണ്ട്, ആ കൈ ഞാൻ വിചാരിച്ചാൽ ഉയർത്താം. ഈ ഉയർത്തുന്നത് എൻ്റെ പൗരുഷ. നാവ് കൊണ്ട് സംസാരിക്കുന്നത് എൻ്റെ പൗരുഷ. കാലുകൊണ്ട് നടക്കുന്നത് എൻ്റെ പൗരുഷാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ വിവേകവും വിശേഷബുദ്ധിയും സങ്കല്പവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഈ പൗരുഷത്തെ അപൗരുഷേയം എന്ന് പറയുമ്പോൾ ഈ പൗരുഷത്തിനും അപ്പുറത്താണത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കേൾക്കുന്നുള്ളൂ? നിങ്ങൾക്കിത് ഇഷ്ടമുണ്ടോ? അതോ ഞാൻ അടിച്ചേൽപ്പിക്കുകയാണോ? എൻ്റെ കൂട്ടരെ, നിങ്ങളുടെ പൂർവികരുടെ കാര്യമാണ് ഈ പറയണത് എന്ന് പറഞ്ഞാൽ അവരുടെ രക്തം നിങ്ങളുടെ രക്തധമനികളിൽ ഓടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മമാരുണ്ട്, അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്ക് അച്ഛനമ്മമാരുണ്ട്, അവർക്കുമുണ്ട് അച്ഛനമ്മമാർ. അങ്ങനെ അച്ഛനമ്മമാർ ഇങ്ങനെ പിന്നാക്കം പോയി എവിടെയാണ് നിൽക്കണത്? ആരാ കണ്ടത്? ആരും കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് അതിനെ അനാദി എന്ന് പറയണേ. എന്നാൽ ഇല്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, വേദങ്ങളുണ്ടല്ലോ. അടുത്ത കാലത്തല്ലേ അത് എഴുതാനും അച്ചടിക്കാനും തുടങ്ങിയത്. അതുവരെ അത് ചൊല്ലിക്കേട്ട് പഠിപ്പിക്കുകയാണല്ലോ. ഇന്നും നല്ല വേദപാഠശാലകളിൽ എഴുതി കൊടുക്കണ ഏർപ്പാടില്ല, ചൊല്ലിക്കൊടുത്ത് പഠിപ്പിക്കുകയാണ് ചെയ്യണത്. അത് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് എന്നുള്ളത് ഇരിക്കട്ടെ, പുസ്തകങ്ങൾ വായിച്ച് പഠിച്ചോളൂ എന്നല്ല. അത് ഉദാത്തം അനുദാത്തം എന്നിങ്ങനെയുള്ള വ്യത്യാസത്തോടു കൂടി പഠിപ്പിച്ചു കൊടുത്ത് ഉരുവിട്ട് വേദം പഠിച്ച ഒരാൾ എന്നോട് പറയുകയാണ്, സ്വാമിജി, ഞങ്ങളുടെ വായിൽ നിന്ന് ഈ വേദമന്ത്രങ്ങൾ പുറത്തേക്ക് നിർഗളിക്കുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒന്ന് മാറണമെങ്കിൽ നാവ് മുറിക്കേണ്ടി വരുന്നാ പറഞ്ഞ്. അത്ര തവണ ഉരുവിട്ട് മസ്തിഷ്കത്തിൽ അത് പതിഞ്ഞ് അവിടുന്ന് തുടച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹിത്യം ഇവിടെ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പൗരുഷം അതിൻ്റെ അപ്പുറത്ത് പോയിട്ടാണ്. അപ്പോൾ ഈ പൗരുഷം എന്ന് പറയുന്നത് മനുഷ്യനെ എന്ത് കാര്യത്തിൽ പ്രവർത്തിക്കാനാണ്? എല്ലാവരും പൗരുഷം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കാമക്രോധങ്ങളെ മുൻനിർത്തിയാണ്. കാമക്രോധം രാഗദ്വേഷം
ഇഷ്ടം അനിഷ്ടം, വേണം വേണ്ട, ഇതൊക്കെ സമാനമായ പദപ്രയോഗങ്ങളാണ്. ഇഷ്ടം അനിഷ്ടം, വേണം വേണ്ട, ആശാസ്യം അനാശാസ്യം, ഇങ്ങനെയുള്ള സംഗതികൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എന്ത് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് ഇഷ്ടം അനിഷ്ടം. അതിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെയാണ് ഈ കാമക്രോധം ശക്തി കൂടുമ്പോൾ. അപ്പം കാമക്രോധങ്ങളില്ലാത്തതായ മനസ്സ് പവിത്രമായ മനസ്സാണ്. അങ്ങനെ മനസ്സ് പവിത്രമാകുമ്പോഴാണ് ഈ കാണപ്പെടുന്ന വസ്തുക്കൾ ദൃശ്യമുണ്ടല്ലോ, ആ ദൃശ്യവും അതിൻ്റെ സ്വാധീനവും വിട്ട് മനസ്സ് സ്വന്തമായ ഒരു പവിത്ര മാനത്തിലേക്ക് ഉയർന്ന് ആ ഉയർന്ന മാനത്തിൽ നിന്ന് നിർഗളിക്കുന്ന പവിത്രവും ദിവ്യവുമായ ശബ്ദങ്ങളും വാക്കുകളും വാക്യങ്ങളും ഖണ്ഡികകളുമാണ് ഈ വേദങ്ങൾ. സംസ്കൃതത്തിൽ ഒരു വരി പറയട്ടെ ഞാൻ. കാമക്രോധവിയുക്തൈ ഋഷിഭിഃ ഖ്യായതേ പഠ്യതേ അനേന ഇതി സംഖ്യ ഉപനിഷത് വിദ്യ. ഈ ഉപനിഷത്തിൽ പറയുന്ന സത്യം മനുഷ്യന് വേണം വേണ്ട എന്നുള്ള ആ തലത്തിൽ നിന്ന് വന്നതല്ല. വേണമെന്നില്ല, വേണ്ടാന്നുമില്ല. എന്ത് സത്യമോ അതെൻ്റെ മനസ്സിൽ നിന്ന് നിർഗളിക്കണ്ടേ. ഇതിലെനിക്ക് ഒരു ഉദ്ദേശവുമില്ല, ഒരു ലക്ഷ്യവുമില്ല, എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കണമെന്നില്ല. അങ്ങനെയുള്ള കാമക്രോധങ്ങളോ ലോഭമോഹങ്ങളോ ഒന്നുമില്ലാതെ മനസ്സ് പവിത്രമാവുമ്പോൾ ആ പവിത്ര മനസ്സിൽ നിന്ന് എന്തെല്ലാം നിർഗളിക്കുന്നുവോ അത് സത്യമേ ആകും. എന്നാൽ അസത്യത്തിനൊരു സ്ഥാനമില്ലല്ലോ. കാമവുമില്ല, ക്രോധവുമില്ല, രാഗവുമില്ല, ദ്വേഷവുമില്ല. അങ്ങനെ ഒരു നിലയിലെത്തിക്കഴിഞ്ഞാൽ ആ സമയത്താണ് ഈ വേദങ്ങളെ പോലെയുള്ളതായ ശുദ്ധ നിർമ്മലമായിരിക്കുന്ന പ്രകാശം അവിടെ ഇങ്ങോട്ട് ഉദിക്കുന്നത്. അങ്ങനെ അപൗരുഷേയവും അനാദിയുമായിട്ടുള്ള ശാസ്ത്രമാണ് നമ്മുടെ വേദങ്ങൾ. സാധാരണ നമ്മളൊക്കെ ജനിച്ചത് അച്ഛനമ്മമാരിൽ നിന്നാണ്. നമ്മുടെ അച്ഛനമ്മമാർക്കും അച്ഛനമ്മമാരുണ്ടാവും, അവരുടെ അച്ഛനമ്മമാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആദ്യത്തെ അച്ഛനും അമ്മയും എവിടുന്നാണ് ഉണ്ടായത് എന്ന് ആർക്കെങ്കിലും നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? ആദ്യത്തെ അച്ഛനമ്മമാരപ്പ. അപ്പോൾ നിങ്ങൾ പറയരുത് അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്. ആദ്യത്തെയാണ് ഞാൻ പറയണത്. അന്ന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, പക്ഷേ ഒരച്ഛനും അമ്മയും പുറപ്പെട്ടു. ആ പുറപ്പെട്ടത് എവിടുന്നാ? അതൊരു വിശേഷപ്പെട്ട കാര്യമാണ്, അത് അനാദിയാണ്. അവർ അച്ഛനമ്മമാരിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു പറയാൻ പറ്റില്ല. അതുപോലെ ഒരു വിശേഷമാണ് ഈ വേദങ്ങളെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് ചരിത്രം, നമ്മളായിട്ട് നമുക്കറിയുന്ന ചരിത്രം 2500-3000 കൊല്ലം വരെ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്കൊരു കണക്കൊക്കെ ഉണ്ടല്ലോ, കലിയുഗം ഇന്ന് ഇതുവരെ ആയി എന്നൊരു സംഖ്യ പ്രമാണമുണ്ടല്ലോ. ആ കലിയുഗത്തിൻ്റെ ആരംഭം 3102 BC BC എന്ന് പറഞ്ഞാൽ എന്താ? ഇതിപ്പോൾ നമുക്കുള്ളത് 2021 ആണ്ടാണ്. അതിൽ ആ പൂജ്യമുണ്ടല്ലോ, ആ പൂജ്യത്തിന് മുമ്പിലുള്ളതിനെയാണ് ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ BC എന്ന് പറയുക. അപ്പം 3102 കൊല്ലം എവിടുന്ന്? ഈ 2021 തുടങ്ങുമ്പോൾ ഒരു പൂജ്യം ഉണ്ടല്ലോ, ആ പൂജ്യത്തിൽ നിന്ന് പിന്നാക്കം 3102 BC. ആര്യഭടൻ എന്ന് പറഞ്ഞ് ഒരു കണക്ക് പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം എഴുതി വച്ചിട്ടുള്ള എഴുത്ത് പ്രമാണിച്ച് ആര്യഭടൻ ജനിച്ചത് 476 AD. അദ്ദേഹത്തിന് 23 വയസ്സായപ്പോൾ 499 AD ആയി. അപ്പോൾ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്, കലിയുഗം ആരംഭിച്ച് 3600 കൊല്ലമായി എന്ന്. കലിയുഗം ആരംഭിച്ച് ഇന്നേക്ക് 3600 കൊല്ലമായി. ആ എഴുതി വെച്ച ശ്ലോകം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തിനാ ഭൂമാനന്ദ സ്വാമി ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇത് വിശേഷപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ?
നോക്കൂ, ഈ പ്രവക്തൃവേദിയുണ്ടല്ലോ ഈ നൈമിഷാരണ്യത്തിൽ, ഇത് ഉപായപ്പെട്ട വേദിയൊന്നുമല്ല. ഇവിടെ കേൾക്കാൻ വരുന്നവരും ഉപായപ്പെട്ടിട്ടുള്ളവരല്ല. എനിക്ക് തോന്നുന്നു ഭാരതഭൂമിയിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശ്രോതൃ പ്രേക്ഷക വൃന്ദമാണ് നമുക്കുള്ളത്. 19 കൊല്ലമായി വളരെ ഭക്തി ശ്രദ്ധയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി അവർ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൽ പങ്കെടുത്തു വരുന്നു. അപ്പോൾ ഈ വേദിയിൽ ഈ പ്രേക്ഷക വൃന്ദത്തെ അഭിമുഖീകരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമ, അതിൻ്റെ പുരാതനത്വം, അതിലുള്ള ശാസ്ത്രങ്ങളുടെ മഹിമ, അവയുടെ ഉറവിടം, ആ ഉറവിടത്തിൽ നിന്ന് ഇന്നേ വരെ എങ്ങനെ എത്തി, ഏതെല്ലാം ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങൾ താണ്ടി വന്നത് എങ്ങനെ, എന്താ എന്നൊന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഒരു ചരിത്ര നിർബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ആ സംസ്കൃതത്തിലുള്ള ശ്ലോകം ഷഷ്ട്യബ്ദാനാം ഷഷ്ടിറിയത വ്യതീതാശ്ച ത്രയശ്ച യുഗപാദാഃ ത്രധികാ വിംശതിരബ്ദാസ്തദേഹ മമ ജന്മനോ അതീതാഃ. ഇതാണ് അദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. എപ്പോഴാണ് എഴുതിയത്? 476 AD എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2021 ഇപ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 476 കൂടി കൂട്ടിക്കൊള്ളൂ. അത്രയും കൊല്ലം മുമ്പ് എഴുതി വച്ചിട്ടുള്ള ശ്ലോകമാണത്. 3102 BC-യിലാണ് കലിയുഗാരംഭം. കലിയുഗം ആരംഭിക്കുന്നതിന് 36 വർഷം മുൻപാണ് കുരുക്ഷേത്രത്തിലെ മഹാഭാരത യുദ്ധം നടന്നത്. എന്ന് പറഞ്ഞാൽ 3138 BC-യിൽ അതിൻ്റെ കൂട്ടത്തിൽ 2021 കൂടി കൂട്ടിയാൽ എത്രയായി? 5159 വർഷം മുമ്പ്. 5159 വർഷം മുമ്പ്. എവിടെ പോയി കാര്യങ്ങൾ? അപ്പം ഇന്ത്യയുടെ കയ്യിൽ ചരിത്രമില്ലേ ചോദിച്ചാൽ ചരിത്രം ഉണ്ടപ്പാ. ഇത് ചരിത്രമാണ് ഞാൻ ഈ പറയണത്. പക്ഷേ ലോകചരിത്രം ചരിത്രകാരന്മാർ ഇതുവരെയാണ് എഴുതിയിരിക്കുന്നത് 2500-3000 കൊല്ലം മുൻപ്. നമ്മുടെ കയ്യിൽ ഇതാ രേഖാരൂപത്തിലിരിക്കുന്നു. എന്ത് 5150 വർഷം മുൻപാണിത് കുരുക്ഷേത്ര മഹായുദ്ധം നടന്നത്. ആ സമയത്താണ് വ്യാസദേവൻ മഹാഭാരതം എഴുതിയത്. അതിൽപ്പെട്ടതാണ് ഭഗവത്ഗീത. എവിടെ പോയി കാര്യങ്ങൾ? രാമായണം കിടക്കുന്നതോ ത്രേതായുഗത്തിലും. എന്താ ഈ ത്രേതായുഗം? ഇത് കലിയുഗം. കലിയുഗത്തിൻ്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം. കലിയുഗത്തിൻ്റെ 3 ഇരട്ടിയാണ് ത്രേതായുഗം. കലിയുഗത്തിൻ്റെ 4 ഇരട്ടിയാണ് കൃതയുഗം. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 10, കയ്യിൽ 10 വിരലാണല്ലോ, 10 കലിയുഗമാണ്. അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചരിത്ര രൂപത്തിൽ ഇവിടെ രചിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ രാമായണം ത്രേതായുഗത്തിൽ എഴുതിയതാണ്. അതിന് മുമ്പിലായിരിക്കണമല്ലോ വേദങ്ങൾ. മഹാഭാരതം 5159 കൊല്ലം മുൻപെഴുതി. രാമായണം അതിലും എത്രയോ എണ്ണമറ്റ തലമുറകൾക്ക് മുൻപാണ്. അതിനും മുൻപാണ് വേദങ്ങൾക്ക് ചെന്ന് കിടക്കുന്നത്. കർത്തൃഭോക്തൃത്വം മനസ്സിൽ ഉള്ളിടത്തോളം കാലം മനുഷ്യന് പൗരുഷമുണ്ട്. ആ പൗരുഷം അങ്ങോട്ട് അസ്തമിച്ചാൽ അവിടെ തെളിഞ്ഞു വരുന്നതാണ് ഈ വേദങ്ങളെപ്പോലെയുള്ള തത്വചിന്തകൾ. വളരെ പവിത്രവും ദിവ്യവുമായിട്ടുള്ളതാണ്. അപ്പോൾ ചരിത്രം ഒരു കാര്യം മനസ്സിലാക്കണം ചരിത്രകാരന്മാരും. ദൃശ്യവസ്തുക്കൾ മാത്രമല്ല ചരിത്രത്തിന് ആധാരം. ഈ പുണ്യമായ ഭാരതഭൂമിയിൽ നമുക്ക് ശ്രവ്യരൂപത്തിൽ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള വേദസാഹിത്യമുണ്ടിവിടെ. രാമായണമുണ്ടിവിടെ. രാമായണം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്, ഒരു ശാസ്ത്രമാണ്. അത് നമ്മുടെ മുൻപിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് എഴുതിയ ഒരാളുണ്ടായിരുന്നു. എഴുതാതെ ഒരു പുസ്തകം ഉണ്ടാവില്ലല്ലോ.
അപ്പം രാമായണം വസ്തുനിഷ്ഠമാണെങ്കിൽ അത് രചിച്ച ആ രചയിതാവും വസ്തുനിഷ്ഠനാണ്. ആ രാമായണം ത്രേതായുഗത്തിലാണ് രചിച്ചത്. വാൽമീകി മഹർഷി രചിച്ചതാണത്. അതിനും അപ്പുറത്താണ് കിടക്കുന്നത് വേദങ്ങളുടെ വേരുകൾ. ആ വേദത്തിലെ, പ്രത്യേകിച്ചും ഉപനിഷത്തിലെ ഒരു ശ്ലോകമോ ഒരു വരിയോ നമ്മളിവിടെ പറഞ്ഞ് അതിനൊരു വിവരണവും വ്യാഖ്യാനവും തരുമ്പോൾ എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രവക്താവ് നിങ്ങളെ എത്ര കണ്ട് പിന്നാക്കം ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നു എന്ന്. എത്ര കണ്ട് ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നു എന്ന്. ആരെ എപ്പോൾ പറഞ്ഞു, കേട്ടു, പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് കാലപ്പഴക്കമുള്ളതായ ഒരു സാഹിത്യനിധിയാണ്, സൗധമാണ് നമ്മൾ ഇതേവരെ സൂക്ഷിച്ചു പോന്നിട്ടുള്ളത്. ആ സാഹിത്യം അന്ന് എഴുതിയ ഭാഷ, അതിൻ്റെ വ്യാകരണം, വാക്യഘടന, കാവ്യരചന, അതൊക്കെ അന്ന് എഴുതിയതുപോലെ തന്നെ നമുക്ക് ഇന്നറിയാം. അന്ന് എഴുതിയവരുടെ മനസ്സിൽ എന്തുണ്ടായിരുന്നുവോ അതേമാതിരി നമ്മൾ ഇന്ന് ആ രചനയെ നോക്കി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഈ ഒരൊറ്റ ഭാഷയുണ്ടല്ലോ, ആ ഭാഷ ആധുനിക മനുഷ്യനെ എത്ര കണ്ട് പുരാതന മനുഷ്യനോടുകൂടി ബന്ധപ്പെടുത്തുന്നു എന്നുള്ളത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ നിങ്ങളൊന്ന് ആലോചിക്കുമോ? ഈ ആലോചന നിങ്ങളുടെ മനസ്സിൽ പ്രവേശിച്ചാൽ നിങ്ങൾ പുളകം കൊള്ളും. ആർക്കാ സാധിക്കുക ഇങ്ങനെ ഒരു സാഹിത്യം ഭദ്രമായി സൂക്ഷിക്കാൻ? അത് സൂക്ഷിക്കാൻ വേണ്ടി അവരെ എഴുതി അലമാറയിൽ വെച്ച് പൂട്ടുകയല്ല ചെയ്തത്. എന്ത് ചെയ്തു? പഠിച്ചു. ഉരുവിട്ട് പുസ്തകം നോക്കാതെ, എഴുത്ത് നോക്കാതെ പഠിച്ചത് ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് കേട്ട് അങ്ങനെ പഠിപ്പിച്ചു വന്നതാ. ഒരു തലമുറയിൽ പോലും ഇത് പഠിപ്പിക്കാനോ ആളില്ലാതെ പോയിരുന്നെങ്കിൽ ഈ സാഹിത്യം വേരറ്റു പോകുമായിരുന്നു. നമുക്ക് അത് പോയിട്ടില്ല. അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മഹിമ എന്ന് പറയാൻ ഈ ഭൂമാനന്ദ സ്വാമിജിക്ക് 1,00,000 വായുണ്ടെങ്കിൽ മതിയാവില്ല, 1 കോടി വായുണ്ടെങ്കിൽ മതിയാവില്ല. ഇങ്ങനെ ഒരു സാഹിത്യ നിധിയുണ്ടല്ലോ. ഈ നിധിയെ എങ്ങനെ രൂപപ്പെടുത്തി, എങ്ങനെ കാലാന്തരത്തിൽ ഇതുവരെ പോകാതെ സൂക്ഷിച്ചു കൊണ്ടുവന്നു? ഈ ജനത എവിടെയാപ്പാ ഇവരെ കരുപ്പിടിപ്പിച്ചത്, എവിടെയാ വാർത്തെടുത്തത് എന്ന് പറഞ്ഞ് ലോകം വെമ്പലോടുകൂടി നോക്കി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ വിചാരിക്കും ഈ ഭാരതത്തിൻ്റെ മഹിമ കുറച്ചെങ്ങാനും സ്വർണ്ണോ ഇരുമ്പോ ചെമ്പോ വെള്ളിയോ പിച്ചളയോ ഒക്കെയാണെന്ന്. ഭൂമാനന്ദ സ്വാമിജിക്ക് പറയാനുള്ളത് അല്ലേയല്ല. ഇവിടെ ജീവിച്ച മനുഷ്യരുടെ തപോനിഷ്ഠയാണ്. ഇവിടെ ജീവിച്ച മനുഷ്യരുടെ ആ കൗതുകമാണ് അവർക്ക്. ജ്ഞാനകുതുകികളായിരുന്നു അവർ. അവരൊരിക്കലും ഈ ദൃശ്യമായിട്ടുള്ള ഊണിനോ ഉറക്കത്തിനോ ഭക്ഷണത്തിനോ കല്യാണത്തിനോ സന്താനത്തിനോ സമ്പാദ്യത്തിനോ അവർ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് മനസ്സിനുള്ള സന്തോഷം, തൃപ്തി, സൗഭാഗ്യം. ബുദ്ധിക്കുള്ള അറിവിൻ്റെ പാരമ്യത. ഇത് രണ്ടുമായിരുന്നു മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ശരിയായിട്ടുള്ള മേന്മയും മഹിമയും വിലയും പ്രയോജനവും. എത്ര ഭംഗിയായി അവർ പാടി. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. ന കർമ്മണ, എത്ര മഹത്വമേറിയ കർമ്മമായാലും സമാജപ്രവർത്തനമായാലും ഗൃഹകൃത്യമായാലും അല്ല. ന പ്രജയാ, നല്ല സന്താനങ്ങൾ 1-2 ഉണ്ടായി അല്ല, അതുകൊണ്ടുമല്ല. ധനേന, വിത്തം പണം സമ്പാദിച്ചു അതുകൊണ്ടുമല്ല. പ്രവൃത്തി മഹിമ കൊണ്ടല്ല, സന്താനലാഭം കൊണ്ടല്ല, ധനശേഖരം കൊണ്ടല്ല. ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. എല്ലാറ്റിനെയും വിട്ട്, അഹങ്കാരവും മമതയും വിട്ട് കണ്ണടച്ച് ഉള്ളിൽ അമർന്നിരുന്നത് കൊണ്ടാണ് മനുഷ്യൻ ശരിയായിട്ടുള്ളതായ മഹത്വം കൈപ്പറ്റിയത്.
ഇതാണ് നമ്മുടെ വില. ഭാരതത്തിൻ്റെ മുദ്രാവാക്യമെന്ത്? ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിതോദ്ദേശം എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇതാണ് ജീവിതത്തിൻ്റെ മൂല്യവും നിർദ്ദേശവും. ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു. കയ്യിലുള്ളതെല്ലാം വിട്ട് ത്യാഗസ്വരൂപിയായിരിക്കുന്നതിലാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന മഹത്വം, അതിൻ്റെ ആ മകുട ചൂടാമണി. അങ്ങനെയുള്ള വേദങ്ങൾ ചരിത്ര വസ്തുതകളാണ്. അവ ദൃശ്യത്തിൽപ്പെടില്ല, ശ്രവ്യത്തിൽപ്പെടും. ആ ശ്രവ്യത്തിനും ചരിത്രത്തിന് തെളിവാവാൻ മതിയായ കാരണമുണ്ട്. ഒരു വേദം ഇവിടെ ഉണ്ടാവില്ല, അത് ഉരുവിട്ട് പറയാൻ ആൾക്കാരില്ലെങ്കിൽ, ഉണ്ടായിരുന്നില്ലെങ്കിൽ. ആ വേദം വളരെ വിശേഷപ്പെട്ടതാണ്. സ്മരണാതീത കാലങ്ങൾ മുതൽ എന്ന ആ പ്രയോഗം തന്നെ ഈ വേദങ്ങളെ ചൊല്ലി ഉണ്ടായതാണ്. ഫ്രം ടൈംസ് ഇമ്മെമ്മോറിയൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്മരണയ്ക്ക് അതീതമായിരിക്കുന്ന കാലങ്ങൾ മുതൽക്ക് ഉള്ളതാണ് ഈ വേദം. ഈ വേദങ്ങൾക്ക് 4 തരത്തിലുള്ള വിഭാഗമാണ്. 4ആയിട്ടാണ് അത് സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തതിന് പേരാണ് സംഹിത, രണ്ടാമത്തതിനുള്ള പേരാണ് ബ്രാഹ്മണം, മൂന്നാമത്തതിനോ ആരണ്യകം, നാലാമത്തതോ ഉപനിഷത്ത്. സംഹിതയിൽ നിന്ന് തുടങ്ങി ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ച് അത് വിട്ട് ആരണ്യകത്തിലേക്ക് ചാടി, അതും വിട്ട് അവസാനം ഉപനിഷത്തിൽ ചെന്നെത്തിയപ്പോഴേ വേദചിന്തകന്മാർക്ക് അവരുടെ ലക്ഷ്യം നിറവേറിയുള്ളൂ, സാഫല്യ ദീപ്തി ഉണ്ടായുള്ളൂ, സൗഭാഗ്യം തികഞ്ഞുള്ളൂ, നിറഞ്ഞുള്ളൂ, വഴിഞ്ഞൊഴുകാൻ തുടങ്ങിയുള്ളൂ. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇവ എത്ര കാലം കൊണ്ടാണ് ഈ 4 ഘട്ടങ്ങളിലെത്തിയത് എന്ന് പറയാൻ കാണില്ല, പറ്റില്ല. തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയില്ല, അവസാനിച്ചത് എപ്പോഴാണെന്ന് അറിയില്ല. പിന്നെ ഘട്ടങ്ങളെ പറ്റി പറയാൻ പറ്റുമോ? എന്ത് പറഞ്ഞാലും അത് ശരിയാവില്ല. 100 കൊല്ലെടുത്തോ 50 കൊല്ലെടുത്തോ 10 കൊല്ലെടുത്തോ എന്ന് പറയാൻ സാധിക്കില്ല. ഈ സംഹിത എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുണ്ട്. ലോകത്തിൽ അസംഖ്യം ജീവജാലങ്ങളാണ്. ആ ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ എന്തുള്ളൂ? ഏറ്റവും ഉയർന്ന ഭാഗമാണ് തല. ഉത്തമാംഗം എന്നാണ് തലയ്ക്ക് പേര്. അത് മുകളിലാണ്. വേറെ ഒരൊറ്റ ജീവിയെ നിങ്ങൾ കാണില്ല തല ഏറ്റവും മുകളിലും കാല ഏറ്റവും ചോടയും ഒരു വടി പോലെ ഇങ്ങനെ പെർപെൻഡിക്കുലറായി നിൽക്കുന്ന ഒരു ജീവി. വാനരന്മാരുണ്ട്, അവർക്ക് 4 കാല. അവർ മിക്കവാറും 4 കാലിലാണ് നടക്കുക. ആ 2 കാലിൽ ഇങ്ങനെ നിൽക്കാൻ അവർക്ക് പറ്റില്ല. നമ്മളെപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരാ ഇരിക്കുമ്പോഴും. നമുക്ക് 4 കാലം എന്ന് പറയണതില്ല. മുട്ടുകുത്തി നിൽക്കുക, 4 കാലിൽ നിൽക്കുകയില്ല. കുട്ടിക്കാലത്ത് നമ്മൾ മുട്ടുകുത്തി കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടാവും, ഇത്രയേ ഉള്ളൂ. ബാക്കി എല്ലാറ്റിനും നട്ടെല്ല് ഭൂമിക്ക് സമാന്തരമായി പാരലായിട്ടാണ്. മനുഷ്യന് മാത്രമേ ഭൂമിക്ക് പെർപെൻഡിക്കുലറായി കുത്തനെ നട്ടെല്ലുള്ളൂ. നമ്മുടെ തല ഏറ്റവും മുകളിലാണ്. ആ തലയ്ക്ക് കീഴിലാണ് കണ്ണ്, ചെവി, മൂക്ക്, വായ, കൈ, കാലുകൾ എല്ലാം. നമ്മുടെ വ്യക്തിത്വം എപ്പോഴും തലയ്ക്ക് കീഴിൽ വേണം പ്രവർത്തിക്കാൻ, തലയുടെ ചൊൽപ്പടിക്ക് വേണം പ്രവർത്തിക്കാൻ. ഇവിടെ വളർത്തിയെടുക്കാനുള്ളത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ ശരീരത്തിനെ വളർത്താൻ നമുക്ക് സാധിക്കില്ല. അത് ഭക്ഷണം കഴിക്കുമ്പോൾ സാമാന്യം സ്വാഭാവികമായി വളരുന്നതാണ്. ആ വളർച്ച വളരുന്നത് പോലെ ഒരു 21 വയസ്സായാൽ അത് നിൽക്കും ചെയ്യും. ആ നിന്നതോടുകൂടി അത് അങ്ങനെ നിൽക്കില്ല, ഉടനെ അത് ക്ഷയിക്കാൻ തുടങ്ങി. ആ ശരീരത്തിൻ്റെ വളർച്ചയിൽ നമുക്ക് കാര്യമായി ഒരു പങ്കുമെടുക്കാനില്ല. ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ഉള്ളിലേക്ക് ചെലുത്തിയാൽ മതി, അത്രയേ വേണ്ടൂ. അപ്പോൾ ശരീരം തന്നെ വളർന്നോളും. വ്യായാമങ്ങൾ എടുത്താൽ ആ വളർച്ചയെ സഹായിക്കാം എന്ന് മാത്രം. നേരെ മറിച്ച് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വളർച്ചയാണെങ്കിലോ അതിന് നല്ല പോലെ നമ്മൾ പരിശ്രമിക്കേണ്ടി വരും.
കുട്ടികളെ വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ച് നല്ല അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ അവർക്ക് വേണ്ടതുപോലെ വിദ്യ ഉണ്ടാവാനും സ്വയം ചിന്തിക്കാനും വികസിക്കാനും എല്ലാം അവസരമുണ്ടാക്കി കൊടുക്കുമാറ് ഒരു വിദ്യാഭ്യാസ പദ്ധതി അവർക്ക് വേണം. അതില്ലെങ്കിൽ പോയി. പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം മനുഷ്യൻ എപ്പോഴും ആലോചനയുള്ളവനാണ്. തൻ്റെ ഇടം, വിശേഷ ബുദ്ധി, ഗുണദോഷങ്ങൾ മുൻനിർത്തി ചിന്തിക്കുക, സംസാരിക്കുക, പ്രവർത്തിക്കുക, ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർഗതമായിരിക്കുന്ന ഒരു ഗുണവിശേഷമാണ്. അതാണ് ഈ മനുഷ്യനെ ജീവികളിൽ വെച്ച് ഏറ്റവും ഉയർന്ന ജീവി എന്ന് പറയുന്നത്. കുതിരയ്ക്കും ആനയ്ക്കും ഒക്കെ നമ്മളെക്കാൾ പൊക്കവും വണ്ണവും തൂക്കവും ഒക്കെ ഉണ്ട്. തിമിംഗലമൊക്കെ വലിയ ജീവിയാണ്. അവർക്കൊരൊറ്റ ആൾക്കും ഈ മനസ്സ്, ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യനുള്ളത് പോലെയില്ല. ചെറിയ ഒരു ചുള്ളിക്കോല് വെച്ചുകൊണ്ടാണ് സാധാരണ ഒരു മനുഷ്യൻ ഒരു വലിയ കൊമ്പനം നടത്തിയിരിക്കുന്നത്. പീരാനയെന്ന് പറയുമ്പോൾ അത് പീരണു, കൈ പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ പൊന്തിക്കണു. ഈ അതിൻ്റെ വാലുകൊണ്ടൊരു പിടപടച്ചാൽ 8 കുട്ടിക്കരണം മറിയും ഈ ആനക്കാരൻ. പക്ഷെ അതിന് ചെയ്യാൻ പറ്റണില്ല. മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യൻ്റെ ആ സങ്കല്പശക്തി, അതിൻ്റെ മുൻപിൽ പാവം കൊമ്പൻ മൊട്ടുകുത്തുക ചെയ്യണത്. നമ്മുടെ മഹിമ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ മഹത്വം നമ്മുടെ ബുദ്ധിയിലാണ്. ആ മനസ്സിനെയും ബുദ്ധിയും വളർത്തുന്നതിലാണ് മനുഷ്യജന്മം പൂവണിയുന്നത്, സഫലമാകുന്നത്. അപ്പോൾ ആദിമ മനുഷ്യന് തോന്നി, നമ്മളിങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടല്ലോ, എവിടെ നോക്കിയാലും ചോട്ടിൽ ഭൂമിയാണ്. ഒരു 6 അടി, ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്തൊരു 4.5 അടി താഴ്ത്താ ഭൂമി, നിന്ന് കഴിഞ്ഞാൽ ഒരു 5.5 അടി, 6 അടി പൊക്കമുള്ളവർക്കോ അതനുസരിച്ച് എവിടെ നോക്കിയാലും ഭൂമിയാണ്. നമുക്ക് ആ ഭൂമിക്ക് അപ്പുറത്ത് ചെല്ലാൻ പറ്റില്ല. പിന്നെ ഈ ലോകം അനന്തമാണെന്ന് എങ്ങനെ പറയണു? മുകളിൽ കാണുന്ന കാഴ്ച കണ്ടിട്ടാണ്. അപ്പോൾ ആരെവിടെ ചെന്ന് നിന്നാലും മുകളേ കാണുള്ളൂ, ചോട്ടിൽ കാണാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കി. ഇങ്ങനെ അനന്തമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് കാണുന്നത്. എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്തിൽ! സൂര്യൻ തന്നെ 145 മില്യൺ കിലോമീറ്റർ ദൂരത്താണ്, ചന്ദ്രനും ദൂരത്താണ്. അപ്പോൾ ഈ കാണുന്ന ഈ ലോകം അസംഖ്യം ദൂരങ്ങളാണ്, ഇവിടെ അസംഖ്യം വസ്തുക്കളുമാണ്. ഇങ്ങനെ ഒരു പ്രപഞ്ചം ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. ഭൂമി പ്രപഞ്ചത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഈ ഭൂമി വരെ പ്രസവിച്ചു എന്നല്ല, ഞാനിതൊരു ഭാഷ പറയണമെന്ന് മാത്രം. അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് തിരിഞ്ഞ് അതിൻ്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ തിരിയണത് എവിടം കൊണ്ടാണ്? മുകളിൽ നിന്നാണ്. അപ്പോൾ മനുഷ്യൻ കൈ മലർത്തി മേപ്പോട്ട് നോക്കി സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് രൂപപ്പെടുത്തിയ ആ പ്രഭാവഹസ്തങ്ങൾ എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിലാണ് അങ്ങോട്ട് പുറപ്പെട്ടത്. മനുഷ്യൻ്റെ മനസ്സിന് അസാധാരണമായ അതിർത്തിയില്ലാത്ത സങ്കല്പശക്തിയും പ്രഭാവവും ഉണ്ട്. ആ സങ്കല്പശക്തി മുഴുവനും അയാൾ ഉപയോഗിച്ചു. ആ സംഹിത എന്ന് പറയുന്ന ആദ്യത്തെ വിഭാഗത്തിൽ ഇങ്ങനെയുള്ള സ്തുതികളും ആരാധനകളുമാണുള്ളത്. കൈ മലർത്തി മുകളിലേക്ക് നോക്കി അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, അരിമ, ഇങ്ങനെ പല ദേവതകളെ പറ്റിയും പറഞ്ഞു. എന്താ ദേവതകൾ? അവർ മനുഷ്യരല്ല, മനുഷ്യാതീതരാണ്. ആ മനുഷ്യാതീതരായിരിക്കുന്ന ജീവികളെ ദേവന്മാരാണ്, ദേവതകളാണ് എന്ന് സങ്കല്പിച്ചു. അങ്ങനെ പറയേ പാട്ടുകളും പാടിയതാണ് സംഹിതകൾ. ഒക്കെ സ്തുതികളാണ്. ചിലതൊക്കെ പ്രോസിലാണ്, ഗദ്യത്തിലാണ്, ചിലതൊക്കെ പദ്യത്തിലാണ്. അങ്ങനെ സ്തുതിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ മനസ്സിൽ വളരെ വിശേഷപ്പെട്ട ചില ചിന്തകൾ പ്രകാശിക്കുകയുണ്ടായി. ആ ചിന്തകൾ നമുക്ക് വലിയ വെളിച്ചം നൽകുന്നതാണ്. ചിലത് ഞാൻ നിങ്ങളോട് പറയാം. ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ, ആനോ ഭദ്രാഹ ക്രതവഃ യന്തു വിശ്വതഃ. ഈ വിശ്വത്തിൽ എമ്പാടും നിന്നും മംഗളകരമായ ചിന്തകൾ എന്നിൽ പ്രവേശിക്കട്ടെ. വരുവിൻ വരുവിൻ, നല്ല ചിന്തകളെ നിങ്ങൾ എമ്പാടും നിന്നും എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ എന്ന് പറയുന്ന വിശേഷപ്പെട്ട ഒരു ചിന്ത നമ്മുടെ ആദിമ വേദ ചിന്തകന്മാരുടെ മനസ്സിൽ ഉദിച്ചു കൂട്ടരെ.
ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത. നിങ്ങളൊക്കെ പലരും അച്ഛനമ്മമാരാവുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എൻ്റെ പൊന്നു മോനെ, നീ കണ്ണടച്ചോ തുറന്നോ നിൽക്ക്, ലോകമേ എമ്പാട് നിന്നും നിന്നിൽ നിന്ന് എൻ്റെ ഉള്ളിലേക്ക് മംഗളകരമായ ചിന്തകൾ പ്രവേശിക്കട്ടെ, ഞാനൊരു മംഗളമൂർത്തിയായി തീരട്ടെ എന്നിങ്ങനെ നിങ്ങൾ കുട്ടികളോട് പറയുകയോ അവർ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറയുന്നപ്പാ. എന്താ അച്ഛനും അമ്മയാണ് നിങ്ങളെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ജനിക്കാനും കുട്ടികളെ വളർത്താനും ഉള്ളൊരു ത്രാണിയോ യോഗ്യതയോ പാകതയോ ഇല്ലപ്പാ. ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മാവ് ലോകത്തിന് രൂപം നൽകിയ പോലെയാണ്. ആ കുട്ടിയുടെ തലമുറ ഭൂമി ഉള്ളത് വരെ തുടരും. അങ്ങനെ ഒരു തലമുറയ്ക്കാണ് ഒരു ദമ്പതികൾ കുട്ടികളിൽ നിന്നുള്ള നിലയ്ക്ക് രൂപം കൊടുക്കുന്നത്. ആ രൂപം കൊടുക്കുന്ന ആ ദൗത്യമുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ വാസ്തവത്തിൽ പ്രബുദ്ധരാണോ, ഉദ്ബുദ്ധരാണോ? ആ കുട്ടിക്ക് ശരിയായിട്ടുള്ള യോഗ്യത എന്ത്, പഠിപ്പെന്ത്, അവൻ എന്തായിരിക്കണം ലക്ഷ്യം, അവൻ്റെ ജീവിത മൂല്യമെന്ത്, ആദർശമെന്ത്? അവൻ കുഴിയാനെ പോലെ ഇരിക്കേണ്ടവനാണോ? കൊമ്പനാനെ ആയാലും മതിയാവുമോ? മതിയാവില്ല. അവൻ്റെ മനസ്സ് വികസിക്കണം, അവൻ്റെ ബുദ്ധി പ്രബുദ്ധമാകണം. അവൻ ജീവിക്കുന്നത് ഭൂതലത്തിൽ, പക്ഷേ കാണുന്നത് അനന്തമായ പ്രപഞ്ചത്തെയാണ് കാണുന്നത്. അനന്തമായ പ്രപഞ്ചത്തെ വെറും 2 കണ്ണുകൾ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ യാതൊരു സങ്കല്പമോ ഭാവമോ പ്രേരണയോ ഒന്നുമില്ലാതെ ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെ പറയുന്നപ്പോൾ എന്നോട്. നമ്മുടെ വേദചിന്തകന്മാരുടെ മനസ്സിൽ ഉദിച്ചതാണ് ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത. വിശ്വത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നല്ല നല്ല വിചാരങ്ങൾ എൻ്റെ മനസ്സിൽ പ്രവേശിച്ച് എന്നെ അലങ്കരിക്കട്ടെ, എന്നെ ധന്യനാക്കട്ടെ. എനിക്ക് വികാസവും ഉയർച്ചയും ധന്യതയും ഉണ്ടാകട്ടെ. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഇത് രണ്ടും വളരെ പോപ്പുലറാണ് കേട്ടോ. ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഇവിടെ വാസ്തവത്തിൽ സത്യവസ്തു ഒന്നേ ഉള്ളൂ. അതിനെ അറിവുള്ള ബ്രാഹ്മണർ പറയുന്നു ബഹുധാ, പല പ്രകാരത്തിൽ. ഇവിടെ വാസ്തവത്തിൽ ഭൂമി വേറെ, ജലം വേറെ, വായു വേറെ, അഗ്നി വേറെ, ആകാശം വേറെ, ഇങ്ങനെ വേറെ 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 വസ്തുക്കളില്ല. വെള്ളം ആണ് തണുത്തപ്പോൾ ഐസായത്, അതേ വെള്ളമാണ് ചൂട് തട്ടിയപ്പോൾ ആവിയായി പോയത്. ഇത് 3 വിഭിന്ന വസ്തുക്കളല്ല, ഒരേ H2O ആണ് എന്ന് പറയുന്നത് പോലെ. ഇത് പൂർണ്ണ ഉദാഹരണമാണെന്ന് ഞാൻ പറയുന്നില്ല. പാഞ്ചഭൗതികമായി ഇരിക്കുന്ന ഈ പ്രപഞ്ചം വാസ്തവത്തിൽ പഞ്ചവിഭിന്ന വസ്തുക്കളല്ല, എല്ലാം ഒന്നേ ഉള്ളൂ. ആ ഒന്നാണ് ഇവിടെ അനവധിയായിരിക്കുന്നത്. ആ ഒന്നിനെയാണ് പല പേരുകൾ കൊണ്ട് പരാമർശിക്കുന്നത്. ഇവിടെ വിഷ്ണു വേറെ, ശിവൻ വേറെ, ബ്രഹ്മ വേറെ, ദേവി വേറെ ഇല്ല. വസ്തുക്കളെല്ലാം വാസ്തവത്തിൽ ഒന്നാണ്. ആ ഒന്നാണ് പലതായിരിക്കുന്നത്. ഗർഭത്തിലുള്ള ആ ഭ്രൂണമുണ്ടല്ലോ, അതെങ്ങനെയാണ് വികസിക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ സെല്ലാണ് ഒരു കോശം. സ്ത്രീയുടെ ഒരണ്ടം, പുരുഷൻ്റെ ഒരു ബീജം. ഈ 2 എണ്ണവും കൂടി അങ്ങോട്ട് കൂട്ടിമുട്ടി ഗർഭമായി എന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർന്ന് ഒന്നായി. അവിടുന്ന് അങ്ങോട്ടും അതൊന്നു തന്നെയാണ്. അത് പെരുകി ഇവിടെ തലച്ചോറായി, ഇവിടെ കണ്ണായി, ഇവിടെ വന്നപ്പോൾ മൂക്കായി, ഇവിടെ വന്നപ്പോൾ നാവും ചുണ്ടുമൊക്കെയായി, ഇവിടെ ചെവിയായി, കയ്യായി, കാലായി. ഒരൊറ്റ സെല്ല് പെരുകി വർദ്ധിച്ചിട്ടാണ് ഈ വിവിധ അംഗങ്ങളോട് കൂടിയ ശരീരമുണ്ടായിരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറയൂ, അപ്പോൾ ഈ പ്രപഞ്ചം ഒന്നോ അതോ ഒന്നിലധികമുണ്ടോ ഇവിടെ വസ്തുക്കൾ? ഏകം സദ്വിപ്രാ ബഹുധാ ഭവന്തി. അതേ ഋഗ്വേദത്തിൽ പറയുന്നതാണ്.
ജിഹ്വാമേ മധുമത്തമാ. ജിഹ്വാമേ, കേൾക്കണുണ്ടപ്പാ നിങ്ങൾ? ഒന്ന് മനസ്സിലാക്കണപ്പാ. ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ നാവുണ്ടല്ലോ, ആ നാവ് മധുമധുരമാകട്ടെ. തേനുള്ള മധുരം പോലെ മധുരസ്വരത്തിൽ മധുരവാക്കുകൾ, മധുര ലക്ഷ്യത്തോടും മധുര മൂല്യത്തോടും കൂടി ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ നാവിൽ നിന്ന് വിലാസം പുറപ്പെടട്ടെ എന്നാണ് പറയണേ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ചെയ്തിട്ടുണ്ടോ? എന്തിനാപ്പാ അമ്മ ഉണ്ണണത്? അമ്മ ഉണ്ണണത് എന്തിനാ? പോത്തും എരുമയും പോലെ വളരാനാണോ? ചെന്നായ പോലെ ആകാനാണോ? മനുഷ്യൻ്റെ വായിൽ നിന്ന് മധുരമായ ശബ്ദം പുറത്തു വരണം. കേൾക്കുന്നവർക്ക് സന്തോഷം വേണം. മനുഷ്യൻ്റെ മനസ്സിനെ ഉയർത്തിവിടണം. അതിന് വിശാലത തൊടുത്തുവിടാൻ സാധിക്കണം. അതിന് ശുദ്ധിയും ദിവ്യത്വവും സ്വാംശീകരിക്കാൻ പറ്റണം. അതിനാണ് സരസ്വതി വിലാസം ഉപയോഗിക്കേണ്ടത്. എന്തിനാണ് പഠിപ്പ്? നല്ലത് സംസാരിക്കാൻ. സമയം കിട്ടിയാൽ ബാക്കിയുള്ളവരെ കുറ്റം പറയും. കുറ്റം പറയാതെ ഉണ്ട ചോറ് ദഹിക്കില്ല. എന്ത് പ്രാന്താണത്! ഷീട്ടുകളിയും കുടിയും തടിയുമായിട്ട് അങ്ങോട്ട് നടക്കും. ആ ഉള്ള സമയം വേണ്ടതുപോലെ ഉപയോഗിക്കില്ല. എന്താ പറയണതെന്ന് നോക്കൂ. ജിഹ്വാമേ മധുമത്തമാ. അതുമാത്രമാണോ വേദങ്ങളിൽ, ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്? സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം. ഐകമത്യ സൂക്തം എന്നാണത് പറയുക ഋഗ്വേദത്തിൽ. സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം. നിങ്ങൾ ഒരുമിച്ച് നടക്കുക. ഒരുമയുണ്ടാവട്ടെ നിങ്ങളുടെ ഇടയിൽ. നമ്മൾ ജനിച്ചത് ഒരു കുട്ടി, രണ്ടാമത്തെ കുട്ടി, ഞാൻ വേറെ, സഹോദരൻ വേറെ, അച്ഛൻ വേറെ, അമ്മ വേറെ, ഒക്കെ വേറെയാണ്. അയൽവക്കം വേറെ, വേറെ 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 വേറെ. ഇതാണ് നമ്മുടെ പാട്ട്. ആ വേറെ വേറത്തം മാറി സംഗച്ഛധ്വം. നിങ്ങളെല്ലാവരും ഒരുപോലെ മനുഷ്യരാണ്. ഒരേ ഭൂമിയിൽ അധിവസിക്കുന്നവരാണ്. ഒരേ കാറ്റ് ശ്വസിക്കുന്നു, ഒരേ വെള്ളം കുടിക്കുന്നു, ഒരേ സൂര്യചന്ദ്രന്മാരുടെ കിരണങ്ങൾ ഏൽക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ. അങ്ങനെ എല്ലാം ഒന്നിനാൽ കഴിയുന്ന നിങ്ങൾ ഒരുമ പഠിക്കും, കൂടി നിൽക്കാൻ പഠിക്കൂ. കയ്യിലുള്ള വിഭവങ്ങൾ ആവശ്യമനുസരിച്ച് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ഷെയറിങ് മനസ്ഥിതി നിങ്ങൾക്കുണ്ടാവട്ടെ. ഞാൻ സമ്പാദിച്ചു, എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു, ഞാൻ എന്തും കാണിക്കും, താൻ ആരാടോ പറയാൻ? എവിടുന്നാടോ താനിത് സമ്പാദിക്കുന്നത്? തൻ്റെ ലോകത്തിൽ നിന്നാണോ? എല്ലാവരും കൂടി അധിവസിക്കുന്ന ഒരു ലോകത്തിൽ നിന്നല്ലേ? നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ, സാധനങ്ങളെല്ലാം, അരിയും പരിപ്പും ഒക്കെ നിങ്ങൾ വളർത്തിയെടുത്തതാണോ? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പരിശ്രമ ഫലമായി എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഒരു പങ്ക് നമുക്കില്ലേ? കൂട്ടായ്മ വിളിച്ച് പറയുന്നതല്ലേ ഇവിടെ മനുഷ്യജന്മം? ഒത്തൊരുമ വിളിച്ച് പറയുന്നതല്ലേ ഇവിടെ മനുഷ്യജന്മം? ഇവിടെ വേറിടൽ വേറിടൽ എന്നൊരു വാക്ക് എവിടുന്നാണ് വരുന്നത്? സംഗച്ഛധ്വം സംവദധ്വം. നിങ്ങൾ സംസാരിക്കുന്നതിലും ഒരുമയാണ് തെളിഞ്ഞു കാണേണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് പങ്കുവയ്ക്കുന്നു, കൊടുത്തും മേടിച്ചും കഴിയുന്നു, ഇല്ലായ്മ അറിയുന്നു, വല്ലായ്മ അറിയുന്നു, എല്ലാറ്റിനും ശാന്തി ഉണ്ടാക്കാൻ പരിശ്രമിക്കും. ഇങ്ങനെയുള്ള സദ്വിചാരങ്ങളാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ മനസ്സ് ഒരുപോലെ ഒരാചാര്യൻ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളും വാക്കർത്ഥങ്ങളുമെല്ലാം ഒരുപോലെ നമ്മുടെ മനസ്സിൽ പതിയണം. അതിന് വിപരീതാർത്ഥങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഹവിർഭാഗം ദേവന്മാർ ഒരുപോലെ സ്വീകരിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവട്ടെ എന്ന്. സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജനാന ഉപാസതേ. ഇതാണ് സംഹിത. ഇങ്ങനെ സ്തുതിച്ചവരെ എത്ര കാലം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിലൊരു അപൂർണതയുണ്ട്,
എന്താണ് ആ പൂർണ്ണത? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നപ്പോൾ കുശലപ്രശ്നമായി, അന്വേഷണമായി, മണിക്കൂർ 2 കഴിഞ്ഞു സംസാരിച്ചിരിക്കുക. ആ വന്ന ആൾക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കൂ, ഊണ് കഴിച്ചുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുവോ, അത് ചോദിക്കില്ല. സംസാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് തൃപ്തി വരുമോ? അതേമാതിരി ഉപരി ദേവതകളെ നോക്കി, ദേവതകൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് അതീതമായിട്ടുള്ളവർ, ഇങ്ങനെ സ്തുതിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവർക്കൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നി എന്തെങ്കിലും കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കുക? ആരുമില്ല മുമ്പിൽ, സങ്കല്പം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അവർ ഒരു ഹോമകുണ്ഡം തയ്യാറാക്കി അതിന് പല വിധത്തിലുള്ള നിർണയങ്ങളും അലങ്കാരങ്ങളും മേഖലകളും ഒക്കെ നിശ്ചയിച്ച് അതിൽ തീ പിടിപ്പിച്ച് ആ തീ കത്തിജ്വലിക്കുന്ന സമയത്ത് ജ്വലിക്കാൻ പറ്റിയ നെയ്യ്, പശുവിൻ നെയ്യ് അങ്ങോട്ട് ഹോമിച്ചു. ആ പശുവിൻ നെയ്യ് അങ്ങോട്ട് വീണാൽ പുകയില്ലാതെ അതങ്ങോട്ട് കത്തും. ബാക്കി എണ്ണയൊക്കെ ഒഴിച്ചാൽ പുകയും, നെയ്വിളക്കിന് പുകയുണ്ടാവില്ല. പിന്നെ ഹവിസ്, പിന്നെ പല സാധനങ്ങളും. അപ്പം അതെല്ലാം ഈ കത്തിജ്വലിക്കുന്ന അഗ്നി നാവ് കൊണ്ട് ഇങ്ങനെ തിന്നണമാതിരി അനവധി നാക്കുകളോടുകൂടി കഴിച്ച് തൃപ്തിപ്പെട്ടൊക്കെ വെണ്ണീറാക്കി. അപ്പോൾ ഒരു സമാധാനം കിട്ടി അവർക്ക്, സമാധാനം കിട്ടി. വെറുതെ സ്തുതിക്കുക മാത്രമല്ലല്ലോ, നമ്മൾ വല്ലതും കൊടുക്കണുണ്ടല്ലോ. ആ കൊടുത്തത് മുഴുവൻ അഗ്നിഭഗവാൻ മേടിച്ച് വെണ്ണീറാക്കി അങ്ങോട്ട് വരുമ്പോൾ സമാധാനമുണ്ട്, നമ്മൾ കൊടുത്തത് മേടിച്ചു എന്നൊരു തോന്നൽ. അങ്ങനെ സംഹിതയിൽ നിന്ന് വളർന്നു വന്നതാണ് ബ്രാഹ്മണം. കർമ്മവിധികൾ ധാരാളമുള്ള ബ്രാഹ്മണങ്ങൾ അവിടുന്ന് വന്നതാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഹിന്ദുക്കളുടെ മനസ്സ് വളരെ ഫലവത്തുള്ള മണ്ണ് പോലെയാണ്. അതിലെന്തും വളർന്നങ്ങോട്ട് വരും. എന്ത് കാര്യമെടുത്താലും അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനെ വർണ്ണശബളമാക്കി തീർക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ ഭാരതീയ പൗരനുണ്ട്. അപ്പോൾ ഈ സംഹിതകളിലുള്ള സ്തുതി പറഞ്ഞ് കുറേ കഴിഞ്ഞ് തൃപ്തി വരാതെയായപ്പോൾ ആ സംഹിതാ മന്ത്രങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും പല വിധത്തിലുള്ള യജ്ഞയാഗങ്ങൾ നടത്താൻ അവർ തീരുമാനിച്ചു. അപ്പോൾ യജ്ഞയാഗങ്ങൾ വിപുലമായി, വിവിധമായി, അതിമഹത്തായി, ഗംഭീരമായി. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ടതാണ് അശ്വമേധ മഹായാഗം. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തെ തയ്യാറെടുപ്പ് വേണ്ടി വരും അശ്വമേധയാഗം നടത്താൻ. ധാരാളം പണച്ചെലവും ഉണ്ടാവും. എത്രയെത്ര വിലപിടിച്ച സാധനങ്ങളാണ് ഹോമകുണ്ഡത്തിൽ കൊണ്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ശരി, ഒരു യാഗം നടത്താൻ തീരുമാനിച്ച് അതിലങ്ങോട്ട് പുറപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം മുഴുവനും ഓരോ സാധനങ്ങൾ മേടിച്ച് ഹോമിച്ച് അതിലങ്ങോട്ട് പോകും. നമ്മുടെ രാജാക്കന്മാർ വലിയ യാഗം നടത്തി അവരുടെ ഖജാന കാലിയായി എന്നുള്ള തെളിവ് കാളിദാസൻ വരെ പാടിയിട്ടുണ്ട്. ഖജാന കാലിയായി എന്ന് യാഗം നടത്തിയിട്ട് അവിടെ വരുന്നവർക്കെല്ലാം സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുക്കും. അതൊരു വശം. വിലപിടിച്ച സാധനങ്ങൾ കൊണ്ടുവന്ന് കത്തി അങ്ങനെ ജ്വലിക്കുന്ന തീയിൽ ഹോമിക്കുമ്പോൾ അതും കത്തി വെണ്ണീറായി പോവും. എത്ര കൊടുത്താലും അങ്ങോട്ട് കത്തിപ്പോവും തന്നെ. എവിടെയാണ് അത് നിൽക്കാൻ പോണത്? അതാണ് ഈ യാഗയജ്ഞങ്ങൾ. ഈ യാഗയജ്ഞങ്ങളും നടത്തി കാലം കുറെ കഴിഞ്ഞു. എന്നിട്ട് അതിനുമില്ല മനസ്സിനൊരു സമാധാനം. പല സാധനങ്ങളും പല ദ്രവ്യങ്ങളും നമ്മൾ നല്ല പുനിതമായ ദിവ്യമന്ത്രങ്ങൾ പറഞ്ഞ് ഹോമിക്കുന്നു. ഇന്ദ്രാ അങ്ങയ്ക്കാണിത്, ഇന്ദ്രായ ഇതം നമമ എന്ന് പറഞ്ഞ് ഹോമിക്കുന്നു. ചന്ദ്രനാണിത്, അരിമാവിനാണിത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹോമിക്കുന്നുണ്ട്. ഇത് പറയ വാക്കിലും മനസ്സിലല്ലേ ഉള്ളൂ. ഈ പറയുന്ന ആരെങ്കിലും അവിടെ വന്നത് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ നടത്തുന്ന ഹോമദ്രവ്യങ്ങളും ആരെ ഉദ്ദേശിക്കുന്നുവോ അവരുടെ അടുത്ത് ഇത് കിട്ടി എന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടോ? അവർക്ക് തൃപ്തിയായി എന്ന് കേൾക്കുന്നുണ്ടോ? വെറും ഏകപക്ഷീയമല്ലേ നമ്മൾ ചെയ്യുന്നതൊക്കെ? കുറേ കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ള ശക്തി പോലും കയ്യിനില്ലാതെ കൈ വിറച്ച്, തൊണ്ട വിറച്ച്, പല്ലുപോയി മന്ത്രം ചൊല്ലാനും കൂടി പറ്റാണ്ടാവും. അല്ലാണ്ട് എന്താ ഒരു ഫലം ഇതിന്?
പിന്നെ വേദങ്ങളിൽ പറയുന്ന പല കർമ്മങ്ങളും ശരീരം വീണുപോയതിന് ശേഷമാണ് അതിൻ്റെ ഫലം കിട്ടാൻ പോണത്. ഇവിടെ കിട്ടില്ല. സ്വർഗം എവിടെയാണ്? ഈ സ്വർഗം ഇപ്പം അനുഭവിക്കാൻ പറ്റുമോ? പറ്റില്ല. ആദ്യം താൻ മരിക്കടോ, അതിന് ശേഷമേ സ്വർഗം കിട്ടുള്ളൂ. ആരെങ്കിലും ഒരാൾ ഞാൻ മരിച്ചു എനിക്ക് സ്വർഗം കിട്ടിയെന്ന് പറയുന്ന ആൾ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജന്മവും മരണവും നമുക്ക് അനുഭവസിദ്ധമാണോ? അല്ല. ബാക്കിയുള്ളവർ പറയാണ് താൻ പിറന്നു എന്ന്. ബാക്കിയുള്ളവർ തന്നെയാണ് പറയണത് അയാൾ മരിച്ചു എന്ന്. ഞാൻ ജനിച്ചു ഞാൻ മരിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ ആളെ ഇന്നേ വരെ നമ്മൾ ഭൂമി കണ്ടിട്ടില്ല. അപ്പം ഈ കർമ്മങ്ങൾക്കൊക്കെ എന്താണ് അടിസ്ഥാനം? അത് ഏകപക്ഷീയമല്ലേ? വെറും ഏകപക്ഷീയം. ഏകപക്ഷീയത കൊണ്ട് എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുക? ഞാൻ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് കിട്ടിയെന്ന് സമ്മതിക്കാം. ഞാൻ കൊടുക്കണത് വരുണനാണ്, ഇന്ദ്രനാണ്. ഇന്ദ്രന് വേണ്ടിയിട്ടാണ്, വരുണന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത്. ഇന്ദ്രനും അരുണനും വന്ന് എനിക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി, സന്തോഷം എന്ന് പറയണ്ടേ? അത് പറയുന്നില്ല. അപ്പം അവർക്കൊരു വ്യർത്ഥതാബോധം വന്നു തുടങ്ങി. അവിടെ എന്ത് കാര്യത്തിനും അങ്ങനെയാണല്ലോ. തുടർച്ചയായിട്ട് ചെയ്തു 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 ചെയ്തു. ആദ്യമൊക്കെ വിശ്വസിച്ചു, വിശ്വാസത്തിൽ നമ്മൾ അഭയം പ്രാപിച്ചു, അതിൽ തൃപ്തി കണ്ടു. അതൊക്കെ പമ്പ കടന്നു കാലാന്തരത്തിൽ. മനസ്സല്ലേ എല്ലാറ്റിനും ആധാരം. സർവ്വ അനുഭവവും നമുക്ക് മനസ്സിലല്ലേ ഉദിക്കുന്നത്. കേൾക്കണുണ്ടോ നിങ്ങൾ പറയണത്? അനുഭവം എന്ന് പറയണത് എവിടെയാ? ശരീരത്തിലല്ല. ശരീരം ജഡമാണ്, ദ്രവ്യമാണ്. അതിനെ അനുഭവിക്കാനുള്ള ഒരു ശക്തിയുമില്ല. അതിനെ സജീവമാക്കി തീർക്കുന്നത് ഉള്ളിലുള്ള ആ സാന്നിധ്യമാണ്. ഇത് വെറും മാംസപിണ്ഡമാണ്, ദ്രവ്യമാണത്. ഇതിനറിയാൻ പറ്റുമോ? ഇതിനറിയാൻ പറ്റുമോ? ഭൂമിക്ക് പറ്റുമോ? വെള്ളത്തിന് പറ്റുമോ? കാറ്റിന് പറ്റുമോ? അഗ്നിക്ക് പറ്റുമോ? ആകാശത്തിന് സാധിക്കുമോ? ഒന്നിനും സാധിക്കില്ല. എന്നിട്ടാണോ പാഞ്ചഭൗതിക സാമഗ്രികൾക്ക് സാധിക്കാൻ പോണത്? അപ്പം ഇവിടെ വല്ലാത്തൊരു വിടവുണ്ട്, ഒരു നഷ്ടബോധം. ആ നഷ്ടബോധം അവർക്ക് മാറ്റാൻ പറ്റിയില്ല. സർവ്വ അനുഭവം മനസ്സ് രൂപപ്പെടുത്തുന്നതുമാണ്. മനോവ്യഗ്രത, മനോലഗ്നത. ആ മനോലഗ്നതയും ഉണ്ടായതോടുകൂടി അവരുടെ ഗതി ആകെ മാറിപ്പോയി. വേദചിന്തകന്മാരുടെ ആ ഗതി മാറിയിട്ടാണ് സംഹിതയിൽ നിന്ന് ബ്രാഹ്മണങ്ങൾക്ക് വരുന്ന മാതിരി മന്ത്രം ജപിച്ച് പിന്നീട് കർമ്മവും ചെയ്യണമെന്ന് തോന്നി കർമ്മം ചെയ്ത് ആ കർമ്മവും അവർ വിട്ടു. ആ ഭാഗമാണ് ആരണ്യകം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് പലതും സങ്കല്പിച്ചൊരു പൂജ നടത്തുന്നത് പോലെ ആരണ്യകത്തിലൊക്കെ മനസ്സുകൂടി ധ്യാനിക്കുകയാണ്. കർമ്മവിശേഷങ്ങളില്ല, ഒക്കെ സങ്കല്പവും ധ്യാനവുമാണ് അവിടെ. ആ മനസ്സുകൊണ്ടുള്ള ആരണ്യകം എന്ന് പറയുന്ന ആ ഭാഗത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്ത് അവർക്ക് ഒരു ഉപാസന എന്നുള്ള നിലയിൽ എത്തിച്ചേർന്നു. ഉപാസന എന്നുള്ള വാക്കിന് അർത്ഥം ഉപ എന്ന വിസർഗത്തിന് സമീപം എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ആരെ ഉപാസിക്കുന്നുവോ, ആരെ ആരാധിക്കുന്നുവോ ആ ആളുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. കണ്ണടച്ച് ധ്യാനിച്ച് ആ ധ്യാനദേവതയെ ഉള്ളിൽ കാണാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഉള്ളിൽ വന്നാൽ അടുത്തിരിക്കലായല്ലോ. ഇങ്ങനെ മനസ്സിനെ ലഗ്നമാക്കി ആരണ്യകത്തിലുള്ള ഉപാസനാമാർഗം സ്വീകരിച്ചതോടുകൂടി അവർക്ക് മനസ്സിന് പവിത്രത വന്നു തുടങ്ങി, ശുദ്ധി വന്നു തുടങ്ങി. കൂടുതൽ നേർത്തു പവിത്രമായി. ആ ലൗകികം എന്നുള്ള സ്വഭാവം പോയി, അത് ദിവ്യത്വം ഉൾക്കൊണ്ടു. തത്ഫലം എന്താ? അതിൻ്റെ ഫലമായി മനസ്സും ബുദ്ധിയും അന്തർമുഖമായി തീർന്നു. അന്നേ വരെ അവർ നോക്കിയതും സ്തുതിച്ചതുമെല്ലാം കൈമലർത്തി മുകളിലേക്ക് നോക്കിയിട്ടാണ്. സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഹോമിച്ചു. അത് രണ്ടും വിട്ടു. കണ്ണടച്ചിട്ടാണ് ഇപ്പോൾ ധ്യാനിക്കുന്നത്. അപ്പോൾ കണ്ണടച്ച് ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ കണ്ണ് തുറന്ന് ചെയ്യുന്ന പ്രവൃത്തിയും കണ്ണടച്ച് ധ്യാനിക്കുന്നതും തമ്മിൽ അജഗജമാണ് അന്തരം. കാര്യങ്ങൾ കുറേശ്ശെ രൂപം മാറി.
അവിടെയാണ് അവർക്ക് ഉള്ളുണർവ്, ഉൾത്തുടിപ്പ്, ഉള്ളുദയം, ഉൾപ്രചോദനം. നമ്മുടെ ജീവിതത്തിൽ സർവ്വ അനുഭവങ്ങളും ആന്തരികമാണ്. ആ അനുഭവങ്ങൾക്ക് കാരണം ഉള്ളിലാണ്, പുറത്തല്ല. ലോകത്തിൽ ഒരു സാധനവും പുറത്തുനിന്ന് അകത്തേക്ക് വളരുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വളർച്ച. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഈ സംസാരം എവിടുന്നാണ് വരുന്നത്? എൻ്റെ തൊണ്ടയിൽ നിന്ന്. തൊണ്ടയിൽ ശബ്ദം എങ്ങനെ എത്തി? എവിടുന്നെത്തി? ആദ്യമായിട്ടത് തുടങ്ങുന്നത് നാഭീതടത്തിൽ നിന്നാണ്. അവിടുന്ന് തുടങ്ങി മേപ്പെട്ട് വന്ന് നാഭീ ഹൃത്കണ്ഠ, ഹൃദയത്തിലെത്തി. അത് കഴിഞ്ഞ് കണ്ഠത്തിലെത്തി. പിന്നെ അവിടുന്ന് പോയി മൂക്കിലും ചുണ്ടിലുമൊക്കെ തട്ടിയിട്ടാണ് ശബ്ദം പുറത്തു വരുന്നത്. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് ഇപ്പോൾ ചുണ്ടിൽ നിന്നും വരണതൊന്നുമല്ല, അത് നാഭീപ്രദേശത്തിൽ നിന്ന്, മൂലാധാരത്തിൽ നിന്ന് വേണം അതിന് പുറപ്പെടാൻ. അത്ര വിശേഷപ്പെട്ടതാണ്. ആ ഉള്ളിലേക്കാണ് ഇവർ തിരിഞ്ഞത്. തിരിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഉദിച്ചതാണ് എല്ലാ ഉള്ളുണർവുകളും. അവയുടെ പ്രകടനമാണ് നാം ഉപനിഷത്തിൽ കാണുന്നത്. ആരണ്യകം കഴിഞ്ഞ് ഉപനിഷത്ത്. ആ ഉപനിഷത്തിലാണ് വേദചിന്തകളുടെ പരിസമാപനം. ഉപനിഷത്ത് എന്നുള്ള വാക്കിനർത്ഥം ഒരു ആചാര്യൻ്റെ അടുത്ത് ചെന്ന് ഇരുന്ന് ചോദിച്ച് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴേ അത് അർത്ഥമാവുള്ളൂ. ഉപ എന്ന് പറഞ്ഞാൽ സമീപേ, നിഷദ് എന്ന് പറഞ്ഞാൽ ചെന്നിരിക്കൽ. അപ്പോൾ ആചാര്യൻ്റെ മുമ്പിൽ ചെന്ന് പ്രണമിച്ച് ചമ്പ്രം പടിഞ്ഞ് മുമ്പിലിരുന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുക. അദ്ദേഹം പറയുന്ന മറുപടി ശ്രദ്ധയോടുകൂടി കേട്ട് എവിടെയൊക്കെ വേണമോ അവിടെയൊക്കെ ആശയത്തെളിച്ചം ആവശ്യപ്പെട്ട് അത് പകർന്നു തരുന്നത് സ്വീകരിച്ച് അങ്ങനെ പറയണത് കേട്ടത് ഗ്രഹിച്ചത് സാക്ഷാത്കരിച്ചും സ്വാനുഭവമാക്കി മാറ്റിയും അതാണ് ഈ പ്രക്രിയ. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് ഉപനിഷത്താണ്. ആ ഉപനിഷത്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരത്തിൻ്റെ കഴമ്പും കാതലും. അതാണതിൻ്റെ നട്ടെല്ല്. ആ ഉപനിഷത്ത് വരികൾ ഞാൻ ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശ്രദ്ധയും ഒക്കെ ഒന്ന് മാറണം. ഉപനിഷത്ത് ഒരാചാര്യൻ്റെ അടുത്ത് ചെന്നിരുന്ന് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അദ്ദേഹം പറയുന്നത് എന്താണാവോ എന്ന് മുഖത്ത് നോക്കി ചുണ്ടിൽ നിന്ന് നിർഗളിക്കുന്ന ശബ്ദങ്ങളുണ്ടല്ലോ, അതിനെ ചെവി കൊണ്ട് ഏറ്റ് മനസ്സിൽ ഭാവന ചെയ്ത് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് ഹൃദയത്തിൽ പതിപ്പിക്കണം. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ മാറണം. ആ ഉപനിഷത്ത് മന്ത്രങ്ങളിലേക്ക് മനസ്സങ്ങോട്ട് കുതിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ അറിവിൽ വെച്ച് അവസാനത്തെ അറിവാണ്. മനുഷ്യന് കൈവരാനുള്ള വിഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ, സ്ഥാനമാനങ്ങൾ, അതിൻ്റെ പരമാവധിയാണ് ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നത്. ആ ഉപനിഷത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോണത്. ഇങ്ങനെയുള്ള ഒരു തുടക്കത്തിൽ നിന്നാണ് അനന്തരം അടുത്ത കാലത്തിൽ രാമായണം ഒരു എഴുതി വച്ച ഗ്രന്ഥമായി പുറപ്പെട്ടു. അന്നേ വരെ എഴുത്തില്ല, വേദങ്ങളൊക്കെ ചൊല്ലിക്കേക്കലേ ഉള്ളൂ. വാൽമീകി മഹർഷി ആദ്യമായി താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ നാരുകൾ മുറിച്ച് 24,000 ശ്ലോകങ്ങളാണ് എഴുതിയത്. ആ രാമായണത്തിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് 5000 കൊല്ലം മുമ്പ്, 5159 കൊല്ലം മുൻപ് വേദവ്യാസ മഹർഷി ചൊല്ലിക്കൊടുത്ത് എഴുതിച്ചതാണ് മഹാഭാരതം. എവിടെ പോയി? നമ്മുടെ സംസ്കാരത്തിൻ്റെ നാരായ പേരെവിടെ? അതിൻ്റെ തുടക്കം എവിടെ? ആ തുടക്കത്തിൻ്റെ ഒരു പര്യവസാനമുണ്ട്, വേദങ്ങൾ. അതാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്താണ് നിങ്ങൾക്ക് ഒരളവ് വരെ കുറച്ചൊന്ന് സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ ഉപനിഷത്ത് കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചിന്ത, വേദചിന്ത, സംസ്കാരം
സഭ്യത, എവിടെയാണത് അധിഷ്ഠിതം? എന്താണതിൻ്റെ ഉദ്ദേശം? എവിടേക്കാണ് നമ്മൾ ഉന്നം വയ്ക്കുന്നത്? മനുഷ്യജീവിതം നിസ്സാരമാണോ അതോ സാരസാരമോ? സാരസാരമാണെങ്കിൽ അതിൻ്റെ സാരാംശം എന്ത്? ഇതൊക്കെ വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ഉപനിഷത്ത്. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ഞാൻ പതിവ് പോലെ ഒരു ശ്ലോകം ചൊല്ലി എല്ലാവർക്കും കൂടി ഓംകാരം ജപിച്ച് അവസാനിപ്പിക്കാം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. എല്ലാവരും കൂടി സമാപന ഓംകാരം ജപിക്കാം. അതിന് തയ്യാറായിക്കോളൂ. ഇതാ ഓ ഹരി ഹരി ഓം തസ്. ജയ.